ഹരേ കൃഷ്ണ. ഇന്ന് വീണ്ടും ഭഗവാനെക്കുറിച്ച്, ഭഗവാന്റെ ബാലലീലകളെ സൂചിപ്പിക്കുന്ന ഒരു ശ്ലോകം പരിചയപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. ഈ ശ്ലോകം ആരെ എഴുതിയെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ, ഒരു പുസ്തകത്തിൽ വായിച്ചതാണ്. പക്ഷെ വളരെ രസകരമായിട്ടുള്ള ഒരു ശ്ലോകമാണ്. അപ്പോൾ ശ്ലോകത്തിലേക്ക് കിടക്കാം. ആദ്യത്തെ പകുതി ഇങ്ങനെയാണ്: അമ്മേ പാത്രം അതെന്തിനാണു മകനെ, പാലിന്നു പാലിപ്പൊഴല്ലെപ്പോഴാണത്, രാവിലാണിരവു ചൊൽകെന്താണിരുട്ടാണത്. ഭഗവാൻ ഒരു ദിവസം ഒരു പാത്രം എടുത്തുകൊണ്ട് യശോദമ്മയുടെ അടുത്തേക്ക് ചെന്നു എന്നാണ്. അമ്മേ പാത്രം. അപ്പോൾ യശോദമ്മയ്ക്ക് അതിശയായി, ചോദിക്കുകയാണ്, ഇതെന്തിനാണു മകനേ? അപ്പോൾ ഭഗവാൻ പറയാണ്, പാലിന്നു, പാല് കുടിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ചൂട് പാലുണ്ടല്ലോ അടുപ്പത്ത് നിന്നെടുത്ത്, ആ പാല് കുടിക്കാൻ ഭഗവാന് വലിയ ഇഷ്ടമാണെന്നാണ്. അപ്പോൾ ആ പാല് കുടിക്കാൻ വേണ്ടിയിട്ട് പാത്രം കൊണ്ട് വന്നതാ. അപ്പോൾ യശോദമ്മ ചിരിച്ചിട്ട് പറഞ്ഞു, ഇപ്പോഴല്ലല്ലോ പാല് കുടിക്കേണ്ട സമയം ഉണ്ണി. അപ്പോൾ ഭഗവാൻ ചോദിക്കുകയാണ്, എപ്പോഴാണത്? അങ്ങനെ വെച്ചാൽ എപ്പോഴാ ചോദിക്കുകയാണ്. അപ്പോൾ യശോദമ്മ പറയാണ്, രാവിലാണ്, രാത്രിയാണ് ഉണ്ണി പാല് കുടിക്കുക, അപ്പോൾ രാത്രി ആയിട്ടില്ല. അപ്പോൾ ഭഗവാൻ ചോദിക്കുകയാണ്, അതെന്താണ്? ഇരവു ചൊൽകെന്താണ്? ഇരവ് എന്ന് പറഞ്ഞാൽ എന്താ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ യശോദ പറയാണ്, ഇരുട്ടാണത്. ഇരുട്ടാണ് ഉണ്ണി, ഇരുട്ടാണ് രാത്രി. അപ്പോൾ ഇരുട്ടായി കഴിഞ്ഞാൽ ഉണ്ണിക്ക് മനസ്സിലാവും രാത്രിയാണെന്ന്. അപ്പോൾ എന്താ പറഞ്ഞത്? അമ്മേ പാത്രം അതെന്തിനാണു മകനെ, പാലിന്നു പാലിപ്പൊഴല്ലെപ്പോഴാണത്, രാവിലാണിരവു ചൊൽകെന്താണ് ഇരുട്ടാണത്. അപ്പോൾ കണ്ണുമടച്ചു പാൽ തരിക രാവിങ്ങെത്തിയെന്നോതിടും, കണ്ണൻ കൈതവ ഗോപബാലകൻ എനിക്കുൾക്കാഴ്ച നൽകിയിടണം. ഭഗവാൻ എന്താ ചെയ്തതെന്നറിയോ? കണ്ണങ്ങോട്ട് അടച്ചു. എന്നിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മ ഇരുട്ടായി, ഇനി പാല് തരൂന്നാണ്. അപ്പം അങ്ങനെയുള്ള എൻ്റെ കൃഷ്ണ, നീ കണ്ണടച്ചു എന്നുണ്ടെങ്കിലും എനിക്ക് ഉൾക്കാഴ്ച നൽകണേ, എനിക്ക് ആ നേരായിട്ടുള്ള മാർഗം കാണിച്ചു തരണേ എന്നാണ് കവി ആഗ്രഹിക്കുന്നത്. അപ്പോൾ വളരെ ഭംഗിയുള്ളൊരു ശ്ലോകമാണ്. ഭഗവാന്റെ പാദത്തിൽ ഇന്നത് സമർപ്പിക്കുകയാണ്. ഹരേ കൃഷ്ണ.